ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു തുണിയിൽ നമ്മളൊരു കോട്ട് കോളർ ഒരു കുർത്തിയും അതിനെ പറ്റിയൊരു സ്ട്രെയിറ്റ് പാൻറ്റ്, അതായത് ഒരു കോഡ് സെറ്റ് പോലെ കേട്ടോ. അപ്പോൾ കോട്ട് കോളർ തയ്ക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് 5.5 മീറ്റർ തുണിയുണ്ട്. അപ്പോൾ 34 ഇഞ്ച് വീതി ഇതിനുള്ളൂ. അപ്പോൾ ഈ തുണിയിൽ നമ്മൾ അത്യാവശ്യം 45 ഇഞ്ച് ഇറക്കമുള്ള ഒരു ടോപ്പും അതുപോലെ തന്നെ 37 ഇഞ്ച് ഇറക്കമുള്ള ഒരു പാൻറ്റും കേട്ടോ. 44 സൈസിൽ ഹിപ്പ് സൈസിലുള്ള ഒരു പാൻറ്റും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കോഡ് സെറ്റ് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ കോഡ് കോളർ തുന്നിയിട്ട് ഇതിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 5.5 മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് അളവ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു തുണി എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യാമെന്നും ഇത് സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ നമുക്ക് പോവാം കേട്ടോ, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിതേ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ തുണിയുടെ വീതി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതേ 34 ഇഞ്ച് വീതിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് രണ്ടായിട്ട് ഞാൻ മടക്കി വെച്ചിരിക്കുകയാണ്. രണ്ടായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടായിട്ട് തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തെ ഫ്രണ്ട് ഭാഗം ദേ ഇതുപോലെ ഞാൻ ഓപ്പൺ ഭാഗം ദേ ഇതുപോലെ എൻ്റെ ഈ ഭാഗത്തേക്ക് വെച്ചു കേട്ടോ. ഓപ്പൺ ആയതുകൊണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ. അപ്പോൾ ഞാൻ 47 ഇഞ്ച് ലെങ്ത്ത് ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 1.5 ഇഞ്ച് കുറവ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക. ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇത് കണ്ട ക്ലോസ്ഡ് ഫോൾഡഡ് സൈഡ് കണ്ട എൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ അടിയിൽ ഞാൻ ഓപ്പൺ ഭാഗമാണ് വെച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് തുണി ഞാൻ ഇതുപോലെ നീക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു 1/2 ഇഞ്ച് തുണി ഞാൻ ഇതുപോലെ മാറ്റിയിട്ടു കേട്ടോ. നമ്മുടെ തേരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് തുണി നമ്മുടെ ഫ്രണ്ട് പാർട്ടിനായിട്ട് ഇതുപോലെ മാറ്റിയിട്ടിട്ട് അതിന് ശേഷം ആ തുണിയാണ് ഏറ്റവും അടിയിലിരിക്കുന്ന തുണി. അതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഫോൾഡഡ് ആയിട്ടുള്ള ബാക്ക് പാർട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ വെച്ചതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം നമ്മൾ പിൻ കുത്തി ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഫോൾഡഡ് ഭാഗത്തിൻ്റെ പോലെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് 47 ഇഞ്ച് വീതി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീതിയല്ല, ഇറക്കം. അപ്പോൾ ഒരു 1.5 ഇഞ്ച് കുറവ് വരും നമുക്ക് എല്ലാം തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ കേട്ടോ, ലെങ്ത്ത്. അപ്പോൾ ഇനി നമ്മൾ അടിയിൽ നമ്മളിതേ മുകളിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു കേട്ടോ. നമ്മളിനി നമ്മുടെ കറക്റ്റ് നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ 8 ഇഞ്ചാണ്. ഫുൾ ഷോൾഡർ കൊടുക്കണം. ഫുൾ ഷോൾഡറിൻ്റെ പകുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ ഷോൾഡറിൻ്റെ പകുതി 16ൻ്റെ പകുതി 8 ഇഞ്ചാണ്. പിന്നെ നമ്മൾ ഇത് കോളർ ആയതുകൊണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കോളർ കുർത്തി ആയതുകൊണ്ട് നമ്മൾ 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. അതിന് ശേഷം നമ്മൾ 8 ഇഞ്ചായിരുന്നല്ലോ ഷോൾഡർ, ആം ഹോൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 7.5 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇത് നമുക്ക് ചെസ്റ്റിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത്, എനിക്ക് ചെസ്റ്റിൻ്റെ 4/1 ഭാഗം 10.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് അടയാളപ്പെടുത്തി വെച്ചു. ഇനി നമുക്ക് ആം ഹോൾഡർ റൗണ്ട് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് കഴിഞ്ഞതിന് ശേഷം 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ, ആ 7.5 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മുടെ കോർണറിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരയ്ക്കുക കേട്ടോ. നമ്മുടെ ആ മെയിൻ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് എൻ്റെ ആം ഹോൾഡർ റൗണ്ട് എന്ന് പറയുന്നത് ഈ 18ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 9 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 9 ഇഞ്ച് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആ നമ്മുടെ ഷോൾഡർ സ്ലോപ്പിന് താഴെയാണ് നമ്മൾ വെച്ച് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അവിടെ നോക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ നോക്കുമ്പോൾ 9 ഇഞ്ചാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അപ്പോൾ നമ്മുടെ ആം ഹോൾഡർ റൗണ്ട് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുക. ഇനി നമ്മൾ ഇവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിന്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ വൈഡ് എന്ന് പറയുന്നത് 3.25 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ചെറിയ സൈസിനൊക്കെ 3 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി കൂടിയ സൈസല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യില്ല. ഇത് ബാക്ക് പാർട്ട് കണ്ടില്ലേ, ബാക്കിലെ ലെങ്ത്താണ് ഞാൻ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. സോറി, ബാക്കിലെ ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നു. വിട്ട് പറഞ്ഞു 3.25 നെക്കിൻ്റെ വൈഡ്. ബാക്കിൽ എല്ലാവർക്കും 1 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 3/4 ഇഞ്ച് കേട്ടോ. അതെ, ഞാൻ ഇതുപോലെ ഞാനിപ്പോൾ ഒരു 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കൊടുത്ത് നമ്മൾ അവിടെ ഒരു ബോക്സ് ആക്കുക. എന്നിട്ട് ബോക്സ് ആക്കിയിട്ട് ചെറിയൊരു റൗണ്ട് കൊടുക്കുക. കണ്ടോ, ഞാൻ ഫ്രണ്ടിൽ ഇപ്പോൾ ചെയ്യണില്ല, ഫ്രണ്ടിൽ ലാസ്റ്റ് ചെയ്യണല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ബാക്കിൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇനി നമ്മുടെ സാധാരണ കുർത്തിയുടെ നോക്കണ പോലെ വേസ്റ്റിൻ്റെ 15 ഇഞ്ച് ഭാഗത്ത് വരണ ഭാഗത്ത് നമ്മുടെ എത്ര അളവ് നോക്കുക. അവിടുത്തെ റൗണ്ട് മെഷർമെൻറ്റ് എനിക്ക് 4/1 ഭാഗം വരുന്നത് 9.5 ഇഞ്ചാണ്. 4/1 ഭാഗം കേട്ടോ. റൗണ്ട് മെഷർമെൻറ്റ് 4/1 ഭാഗം വരുന്നത് 9.5 ഇഞ്ച്. അപ്പം ഞാൻ കണക്ട് ചെയ്ത് വരച്ചു ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക്. എനിക്കിനി ഹിപ്പിൻ്റെ അളവും കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ കുർത്തി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹിപ്പ് എനിക്ക് 21.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതാ ഇവിടെയൊക്കെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വേസ്റ്റിൻ്റെ ഭാഗത്തും ആ ചെസ്റ്റിൻ്റെ ഭാഗത്തും. ഇനി ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ
എനിക്ക് വരുന്നത് 12 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അവിടുത്തെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് 12 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ 12 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഹിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് എന്താ പറയുക, ഒരു എയർലൈൻ പോലത്തെ ആണെങ്കിൽ പോലും ഹിപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എൻ്റെ തുണിയുടെ വീതി ഞാൻ പറഞ്ഞു 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതിയുള്ളോ നമുക്ക് ഇങ്ങനെ മടക്കിയിടുമ്പോൾ കിട്ടണത് കേട്ടോ. അപ്പോൾ ആ ഫുള്ള് വീതി ഞാൻ ദേ ഇതുപോലെ എടുക്കേണ്ടത് കണ്ടോ, താഴത്തേക്ക് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരു എയർലൈൻ പോലെയാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആക്കാം. ഞാനൊരു എ ലൈൻ ഷേപ്പിലാണത്. ഈ ഒരു തുമ്പ് ഭാഗത്തൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ അവിടെ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ലെങ്ത്ത് കൂടിയതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ ഇതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബാക്ക് നെക്കിൻ്റെ, ഇനി അവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല, അത് വരച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ തയ്യൽ തുമ്പ് അറേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തയ്യൽ തുമ്പിൽ നിന്ന് കണ്ടോ ഞാൻ കൊടുത്തത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് ആ 3/4 ഇഞ്ചിലേക്ക് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3/4 ഇഞ്ച് കൊടുക്കണം, കോളർ നെക്ക് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 3/4 ഇഞ്ചിലേക്ക് ഞാൻ സ്ലോപ്പ് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അവിടെ തയ്യൽ തുമ്പ് അറേഞ്ച് തയ്യൽ തുമ്പ് വേണമല്ലോ, അപ്പോൾ ഞാൻ അതുപോലെ വരച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിയിലത്തെ നമ്മുടെ തുണിയിലും അടിയിലത്തെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ വെട്ടിയിട്ടില്ലല്ലോ, ബാക്കല്ല വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ. ഞാനതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കവിടെ ഫ്രണ്ടിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണല്ലോ വരുന്നത്. അപ്പോൾ 3.5 ഇഞ്ചും തയ്യൽ തുമ്പ് കണ്ട ആ 3.5 അല്ല, വിഡ്ത്ത് എന്ന് പറയുന്നത് 3.4 കേട്ടോ. ആ 3.4 തയ്യൽ തുമ്പും കണ്ടില്ലേ, ആ ഷോൾഡർ സ്ലോപ്പ് ഞാൻ ആ ഫ്രണ്ട് പാർട്ടിലും ഇതുപോലെ ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലും വരച്ചെടുത്തു കേട്ടോ. ഇതേ കണ്ടില്ലേ തയ്യൽ തുമ്പ് നിങ്ങൾക്ക് കണ്ടല്ലോ, ഞാൻ നേരത്തെ ആദ്യമേ തന്നെ തയ്യൽ തുമ്പ് ഇട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വലിയ ഒരു സൈസ് ആയതുകൊണ്ട് ഞാൻ 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 3 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ ചെറിയ സൈസിനൊക്കെ. എന്നിട്ട് നമ്മൾ ചെറിയൊരു റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കുക. അപ്പോൾ ചെറിയ സൈസിനൊക്കെ 3 ഇഞ്ചോ അല്ലെങ്കിൽ 2.25 കൊടുത്താലും മതി. എനിക്കിതിരി വലിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ എക്സൽ സൈസാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഞാനിത്. അപ്പോൾ ഞാൻ ബാക്കിൽ ഫ്രണ്ടിൽ അളവെടുത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ആ അടിയിലത്തെ ഒരു ഇതില്ലേ ആ പിന്നൊന്നും നമുക്ക് ഊരാം. നമ്മളൊരു എക്സ്ട്രാ അരയിഞ്ച് നമ്മൾ ഇപ്പുറത്തേക്ക് ഇട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും നമുക്ക് ഊരിയെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഒരു അരയിഞ്ച് കൂടുതൽ വരുമല്ലോ. ഇനി നമുക്ക് ഫ്രണ്ടിൽ എങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരയിഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു അരയിഞ്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ ഒന്നും കൂടി കടുപ്പിച്ച് വരച്ചതാട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ടായില്ലേ. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ആ പീസുകളൊക്കെ ഇല്ലേ, അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസുകളൊക്കെ നമ്മളിങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഈ ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തുണിയൊക്കെ ഞാൻ പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിവിടെ നമ്മളൊരു ഇപ്പോൾ എൻ്റെ നെക്കിൻ്റെ വൈഡ് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 4.5 ഇഞ്ച് വൈഡ് ഞാൻ അവിടെ എടുത്തു കേട്ടോ. 1 ഇഞ്ച് കൂടുതൽ വൈഡുള്ളൊരു തുണി. അപ്പോൾ എനിക്ക് ഇത്രയേ കിട്ടണുള്ളൂ കേട്ടോ ഈ ഒരു പീസിൽ നിന്ന് 4.5 ഇഞ്ച്. അപ്പോൾ നിങ്ങളുടെ തുണിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ 3.5 ഇഞ്ച് 3.25 ഇഞ്ച് വൈഡാണെങ്കിൽ നമ്മൾ ഒരു 2 ഇഞ്ച് കൂടി കൂടുതൽ അവിടെ കൊടുക്കാം. അപ്പോൾ അവിടെ അത് നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ കേട്ടോ. ഇപ്പം ഞാനിവിടെ 4.5 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 4.5 ഇഞ്ച് തുണിയുള്ള വീതിയുള്ള തുണി ഞാൻ ഇതുപോലെ എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് വെക്കാനായിട്ടാണ്, ഫ്രണ്ടിൽ ആ ഒരു ഓപ്പണിൽ അവിടെ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണോ ആ ഒരു കുർത്തിയുടെ ലെങ്ത്ത് അതിനനുസരിച്ച് തന്നെ നമ്മൾ അത്രയും നീളത്തിൽ ആ തുണികൾ ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ തുണി കുറവായതുകൊണ്ട് ഞാൻ ഓരോ പീസും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജോയിൻ്റ് താഴെ വരെ ജോയിൻ്റ് ചെയ്താണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തുണിക്കനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് സ്പീഡിൽ പോണത്. വളരെ സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് ആം ഹോള് നമ്മൾ കുഴിച്ച് വരച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ ഫ്രണ്ട് നമ്മൾ ആം ഹോള് കുഴിച്ച് വരച്ചു കേട്ടോ. ഇനി നമ്മുടെ നെക്കിൻ്റെ വൈഡും അടിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ 3.2 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അത് തന്നെ ഇതുപോലെ നമ്മുടെ ആ ഒരു പീസ് 4.5 ഇഞ്ചിൻ്റെ പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ 1/2 ഇഞ്ച് നമ്മൾ ഇതുപോലെ
കണ്ട 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മുന്നിൽ അടയാളപ്പെടുത്തില്ല, അതുപോലെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മുടെ നെക്ക് വൈഡ് എത്രയാണ്? 3.4 കേട്ടോ. ആ 3.4 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടു. അടയാളപ്പെടുത്തിയിട്ടതിന് ശേഷം നമ്മൾ താഴേക്ക് നമ്മൾ ബാക്കിൽ നെക്ക് വരച്ചില്ലേ 3.5 ഇഞ്ച് നമ്മൾ ബാക്കിൽ, അതായത് നമ്മൾ ആ ബാക്കിലെ പീസിലാണ് വരച്ചത്, ഈ ഫ്രണ്ടിൽ വരച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പീസിൽ. അപ്പോൾ നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ആ ഫ്രണ്ട് പീസ് ഞാൻ വെച്ചിട്ടാണ് വരയ്ക്കണത്. വേണ്ട 1/2 ഇഞ്ച് താഴേക്ക് നമ്മളവിടെ തയ്ച്ചു കൊടുക്കാൻ വേണ്ടി നേരത്തെ വിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ നെക്കിൻ്റെ വൈഡൊക്കെ ഇതിൽ അടയാളപ്പെടുത്തി കൊടുത്തു. നമ്മൾ താഴെ അടയാളപ്പെടുത്തി അതേ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സ്ലിറ്റിൻ്റെ ആ ഒരു പീസില്ലേ 4.5 ഇഞ്ചിൻ്റെ പീസ്, അതിലും നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ആ ഫ്രണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കണ്ടോ? ഞാൻ ആ പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ കുറച്ചും കൂടി തുണി ഞാൻ വേണമെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഇതിന് ഒരു 2 ഇഞ്ച് കൂടി കൂടുതലെടുത്താൽ നല്ലതാവുമെന്ന്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടാണ് അവിടെ വീതി കുറവാണല്ലോ ആ തുണിക്ക്, കണ്ടില്ലേ? നമുക്ക് മടക്കി വയ്ക്കുമ്പോൾ വീതി ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു പീസ് ഞാനവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തുണി എടുക്കുമ്പോൾ ആ ഭാഗത്ത് കുറച്ച് തുണി അധികം എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഇവിടെ കോളർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടുണ്ടല്ലോ നമ്മൾ ഫ്രണ്ടിൽ, അത് അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക കേട്ടോ. ആ 1/2 ഇഞ്ച് മാറ്റിയിട്ട് വേണം, 1/2 ഇഞ്ചിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ ഈ വരയ്ക്കുന്ന പോലെ നമ്മൾ തയ്ച്ചു വരിക കേട്ടോ. കണ്ടോ ഞാനിപ്പോൾ ഇത് വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അതെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കണ്ട, അവിടെ തുണി വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ തേണ്ട ആ തുണി അത്രയും തുണി അവിടെ കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു പീസും കൂടിയും അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് വെച്ച് കൊടുത്താൽ അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി മടക്കി വെക്കാനായിട്ട് പീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ആ തുണി കണ്ടില്ലേ, അത്രയും കുറച്ച് പീസൊന്നും അവിടെ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ എനിക്കത് വെട്ടിയാലൊരിത് വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി കൂടുതൽ തുണി എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തുണി അധികം കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ തുമ്പ് ആ സൈഡൊന്ന് ജോയിൻ ചെയ്ത് ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ, ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇതുപോലെ തയ്ച്ച് താഴേക്ക് നിങ്ങൾ തയ്ച്ച് പോവാം കേട്ടോ. അറ്റം വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതേ കണ്ടോ ഈ ഒരു പോയിൻറ്റിൽ കൂടെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. കണ്ടോ ആ 1.5 ഇഞ്ചിൻ്റെ പോലെ ഞാൻ കൈ കൊണ്ട് കാണിക്കില്ലേ, ആ ഒരു പോയിൻറ്റിൽ കൂടെ നമ്മൾ താഴേക്ക് തയ്ച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് അത് തുണിയുടെ നല്ല പുറത്ത് വെച്ചിട്ട് ഈ പീസ് വെക്കുക. നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. നല്ല പുറത്ത് മുഖത്തോട് മുഖം ഇത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ആ 1.5 ഇഞ്ചിൽ നിന്ന് തയ്ച്ച് കണ്ട ഞാൻ ആ ചോക്ക് വെച്ച് തയ്ച്ചു കൊണ്ടുവന്ന ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ തയ്ച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ തയ്ച്ചു കൊണ്ടുവന്നിട്ട് ആ തയ്യലിൽ നിന്ന് കണ്ടോ നമ്മൾ ആ തയ്ച്ചിട്ടില്ലേ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഒരു 4 ഇഞ്ച് കേട്ടോ, ഇതുപോലെ ഒരു 4 ഇഞ്ച് നീക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. തയ്യലിൽ പെടാണ്ട് കേട്ടോ. ആ ഒരു 4 ഇഞ്ച് മാത്രം നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കതൊന്ന് മറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് അത് എന്താ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ ഒരു രൂപം കിട്ടിയില്ലെങ്കിലും ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചെയ്തത് കേട്ടോ. അപ്പം നമ്മളൊന്ന് നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കണ്ട ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഇനി നമ്മളിത് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം നമ്മൾ ചെയ്തെടുക്കുക. കണ്ടോ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ എക്സ്ട്രാ ഭാഗം കണ്ടോ ഇത്തിരി വീതി കൂടുമ്പോൾ നമ്മൾ താഴേക്ക് തയ്ക്കാൻ നല്ലോണം കിട്ടും. അപ്പോൾ ഇതുപോലെ താഴേക്ക് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഭാഗം മാത്രം കേട്ടോ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ അരു തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ നേരത്തെ അടിയിൽ. അപ്പോൾ 2 ഭാഗം ഞാൻ ഇതുപോലെ തയ്ച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാവണമെന്ന് എനിക്ക് ഒരു ഇതില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ച് 2 ഭാഗം തയ്ച്ച് കൊണ്ടുവരിക. ഇനി നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടില്ലല്ലോ, 1 ഇഞ്ച് നമ്മൾ ബാക്കിൽ 1 ഇഞ്ചല്ലേ കൊടുക്കണുള്ളൂ, അല്ലെങ്കിൽ 3/4 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഞാൻ 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിൻ്റെ ആ ഭാഗം നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടില്ല, ആ ആം ഹോളിൻ്റെ അത് കുഴിച്ച് വെട്ടിയിട്ട് ഞാൻ കുഴിച്ച് വെട്ടിയിട്ട് എടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തു. ഫ്രണ്ടിൽ ആ സ്ലിറ്റ് നമ്മൾ ആ ഓപ്പൺ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമുക്ക് കോളറിൻ്റെ അളവ് എടുക്കാം കേട്ടോ. അപ്പോൾ കോളറിൻ്റെ അളവ് എങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി വയ്ക്കുക കേട്ടോ. സെൻറ്ററുകൾ മടക്കി വയ്ക്കുക. കണ്ടോ ഇത് ഞാൻ കോളറിൻ്റെ ഒക്കെ മുമ്പ് ചെയ്തപ്പോൾ ആ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിലെല്ലാം എടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് അളക്കാന്നുള്ളത്. എന്നിട്ട് നമ്മളിത് ആ ഒരു ഭാഗമില്ലേ നമ്മൾ ആ കട്ട് ചെയ്ത് വിട്ട ഭാഗം അവിടെ നിന്ന് തൊട്ട് അളന്ന് തുടങ്ങാം കേട്ടോ. ഇതാ കട്ട് ചെയ്തിട്ടൊരു ഭാഗമില്ലേ അവിടെ നിന്ന് അളന്ന് ഇതുപോലെ ചുറ്റും
ഡിറ്റോനെ അളന്ന് നമ്മൾ എടുക്കുക കേട്ടോ. നല്ലോണം വലിച്ച് ഒരു പിന്നൊക്കെ കുത്തിയിട്ട് നമ്മൾ എടുക്കുക കേട്ടോ, കറക്റ്റായിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് വരുന്നത് 8.5 ഇഞ്ചിൻ്റെ ഇതാണ് എനിക്ക് വരുന്നത്. അപ്പോൾ 17 ഇഞ്ചിൻ്റെ മൊത്തം ഇതുള്ള കോളറാണ് എനിക്ക് വരിക. അപ്പോൾ 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ഇതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ 10 ഇഞ്ച് ഉണ്ട് കേട്ടോ. 3 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളം, അതായത് ഫോൾഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. അപ്പോൾ അത്ര ഇഞ്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ 3 ഇഞ്ച് വീതിയും. അപ്പോൾ ഇനി ഇതിലാണ് നമ്മൾ കോളർ ചെയ്യാൻ പോണത്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അളന്നപ്പോൾ നമുക്ക് കിട്ടിയത് 8.5 ഇഞ്ചാണ് കേട്ടോ. ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് പേപ്പർ, ക്യാൻവാസ് പേപ്പർ. അപ്പോൾ 8.5 ഇഞ്ച് നമുക്കത് ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. 8.5 ഇഞ്ച് എന്നാണല്ലോ നമുക്ക് കിട്ടിയിരിക്കണേ. അത് അളന്ന് വെച്ചു. എന്നിട്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുത്തു കേട്ടോ. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഞാനൊന്ന് പിൻ വെച്ച് കുത്തി കൊടുത്താണ്. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മളത് ഇതിനോട് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇപ്പുറത്തേക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതൊന്ന് ചെരിച്ച് വരയ്ക്കാം കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ചെരിവ് കണ്ട, കോളറിൻ്റെ ഒരു ചെരിവ് വരില്ലേ, ആ ഒരു ചെരിവ് കിട്ടി. ഇനി ഈ ഒരു ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം കേട്ടോ. നമുക്കിത് ഇതുപോലെ ഒന്ന് ചെരിച്ച് കണ്ട ആ ഒരു 1/2 ഇഞ്ച് ഇതിലേക്ക് ഇങ്ങനെ പോവാം. എന്നിട്ട് നമ്മളിത് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ആ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ആ ഒരു ചെരിഞ്ഞ ഒരു ഷാർപ്പായിട്ടുള്ളത് വേണ്ട, ആ കൂർത്ത ഭാഗം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ കോളറിൻ്റെ നമ്മൾ കണ്ടിട്ടില്ലേ, അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊരു ഷർട്ട് കോളറിൻ്റെ ഒരു വേറൊരു തന്നെ അതുപോലത്തെ ഒരു ഇത്. അപ്പോൾ അങ്ങനത്തെയാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒരു പീസിൽ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ, ഒട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒട്ടിച്ച ഭാഗത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗം, ആ ഷാർപ്പായ ഭാഗമല്ല കേട്ടോ, ആ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തല്ല, ഏറ്റവും അടിയിലായിട്ട് അതണ്ട ആ ഒരു ഭാഗത്തെ നമ്മൾ ആ തുണി ഒന്ന് മടക്കി തയ്ച്ചു കൊണ്ടുവരണം. ഞാനതൊന്ന് ഇതുപോലെ ക്യാൻവാസിനോട് ചേർത്ത് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ഒരു ഭാഗത്തെയാണ്, മുകളിലത്തെ അല്ല, ആ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തല്ല കേട്ടോ, ഇപ്പം അടിയിലത്തെ ഭാഗത്താണ് നമ്മൾ മടക്കി കൊണ്ടുവന്നത്. ഇനി നമ്മളത് ഇതുപോലത്തെ തന്നെ സെയിം ഒരു തുണി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല പുറം വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ തയ്ച്ച ഈ ക്യാൻവാസിൽ അതിൻ്റെ നല്ല പുറം വയ്ക്കുക കേട്ടോ. നല്ല പുറങ്ങൾ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് നമുക്കിത് തയ്ക്കണം. അപ്പോൾ തയ്ക്കുന്നതിന് മുമ്പ് നമ്മളൊരു 1/2 ഇഞ്ച് മുകളിൽ താഴത്തൊന്ന് വരച്ചിട്ടിട്ട് വേണം, അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ആ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗം വെക്കേണ്ടത് കേട്ടോ. എല്ലാ കളറും ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുക, ഒരേ മെത്തേഡ് തന്നെ. ഞാൻ വേറെ കളറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെല്ലാം ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെക്കുക കണ്ടോ. ഇനി തയ്ച്ചു വരുന്നത് നമ്മുടെ ആ ക്യാൻവാസിൽ അതിനോട് ചേർത്ത് തയ്ച്ചു വരണം കേട്ടോ. ഞാൻ എവിടെയാണോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതിനോട് ചേർത്ത് നമ്മളിത് തയ്ച്ച് 2 തുണിയിലും കൂട്ടി തയ്ച്ച് ഈ അറ്റം വരെ നമുക്ക് വരണം കേട്ടോ. കണ്ടോ, 1/2 ഇഞ്ച് താഴെ ഇടണം കേട്ടോ, അത് മറക്കരുത്. ഞാനവിടെ വരച്ചിട്ടാണ്, കണ്ടില്ലേ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് കൊണ്ടുവന്നു കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് വന്നേക്കണേന്നുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അരുഭാഗമൊക്കെ ഇല്ല ഒന്ന് കട്ട് ചെയ്തൊന്ന് ഇതാക്കാം കേട്ടോ. ഞാൻ തയ്ച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ, ആ ഒരു ക്യാൻവാസിനോട് ചേർത്തിട്ടാണ് നമ്മൾ ആ സ്റ്റിച്ച് വന്നേക്കണത് കേട്ടോ. ഇനി എല്ലാം അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഇഞ്ച് മതി കേട്ടോ അതിൻ്റെ തയ്യൽ തുമ്പുകൾ. അടിയിലത്തെ കട്ട് ചെയ്യരുത്, എക്സ്ട്രാ ഇട്ട് കൊടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കത് മറച്ചിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും അടിയിൽ എക്സ്ട്രാ അറേഞ്ച് ഇട്ട് കൊടുത്ത് കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മറച്ച് ഇതുപോലെ നമുക്കിങ്ങനെ മറച്ചെടുക്കാം കേട്ടോ. നമ്മളിത് ഇതുപോലെ മറച്ചെടുക്കുമ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം പെട്ടെന്ന് നമുക്ക് കിട്ടും. നമ്മളവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തില്ലേ, നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അതിൻ്റെ എല്ലാ തുമ്പ് ഭാഗവും നല്ല കൂർത്ത എന്തോ കൊണ്ടായാലും കുത്തി ഇതാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ മറച്ചിടുമ്പോൾ അടിയിൽ 1/2 ഇഞ്ച് ഭാഗം നമ്മൾ എക്സ്ട്രാ ഇട്ടിരുന്ന ഭാഗം വന്നത് കണ്ടോ, അത് നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ്. അവിടെ മസ്റ്റായിട്ട് നമ്മൾ വരച്ചിടാം കേട്ടോ. വരച്ചിട്ടാൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. കറക്റ്റായിട്ടുള്ള ആ തയ്യൽ തുമ്പ് നമ്മൾ ആ ഒരു ചോക്ക് കൊണ്ട് വരച്ചെടുക്കാം കേട്ടോ. ഈ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളർ കറക്റ്റായിട്ട് നമുക്ക് നമുക്ക് വെച്ച് ഫിനിഷ് ആക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയുടെ സെൻറ്റർ അടയാളപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ കുർത്തിയുടെ ഭാഗമൊക്കെ ചെയ്ത് നമ്മളൊരു ഭാഗം വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ നമുക്ക്. അപ്പോൾ കുർത്തിയുടെ സെൻറ്റർ, ആ ബാക്ക് പാർട്ടിലെ സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. കണ്ടോ, ബാക്ക് പാർട്ട് ആ സെൻറ്റർ അടയാളപ്പെടുത്തി അത് വെച്ചു. ഇനി നമ്മുടെ ആ ഒരു ക്യാൻവാസിന് സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എടുക്കുക, അതിൻ്റെ ചീത്ത പുറത്തുനിന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് കോളർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെൻറ്ററുകൾ ഒരുമിച്ച് വെച്ചു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1/2 ഇഞ്ച് ഇട്ട് തയ്യൽ തുമ്പ് ഇട്ട് വരച്ചു കൊടുക്കണം, നിർബന്ധമായിട്ട് വരച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിവിടെയാണ് നമ്മൾ കാണുക. കണ്ടില്ലേ, ഈ ഭാഗത്താണ് നമ്മൾ ആ വര വരിക. ഈ ഭാഗത്തോടെ മാത്രം നമ്മൾ തയ്യൽ കൊണ്ടുപോകട്ടോ. കാരണം ആ ഭാഗത്തോടെ തയ്യൽ കൊണ്ടുപോയാൽ അത്
കൃത്യമായിട്ടുള്ള നമ്മുടെ തയ്യൽ തുമ്പാണ് കണ്ടോ. അപ്പോൾ തയ്ക്കുമ്പോൾ ആ ഭാഗം വെച്ച് നിങ്ങൾ തയ്യൽ മെഷീനിൽ തയ്ക്കാൻ നോക്കുക കേട്ടോ. ഇപ്പുറത്തെ ഭാഗം വെച്ച് തയ്ക്കരുത്. ആ വരച്ച ഭാഗം നമുക്ക് കാണാൻ പറ്റുമല്ലോ, ആ ഭാഗത്തുനിന്ന് ഈ അറ്റം വരെ നമ്മളിത് തയ്ച്ചെടുത്തു കണ്ടോ. ഇത് തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പുറത്തോട്ടും സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്കും മറ്റൊരു ഭാഗത്തേക്കും ഇതുപോലെ തയ്ച്ച് മുട്ടിച്ചെത്തിയിട്ട് നമ്മുടെ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കോളർ കറക്റ്റായിട്ട് തന്നെ വന്നിട്ട് കേട്ടോ. ഇനി നമ്മുടെ ആ കോളറിൻ്റെ റോ എഡ്ജസൊക്കെ ഉള്ളിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് തയ്യൽ തുമ്പ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഒരു വ്യത്യാസം നമുക്ക് വരില്ല. അപ്പോൾ നമ്മളിത് ഇതുപോലെ വെച്ച് കൊടുത്ത് കൃത്യമായിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ നൂലൊക്കെ ഉള്ളിലേക്ക് ഇട്ട് ഈ ഒരു ഭാഗത്തോടെ നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഈ അറ്റത്തോടെ ഒരു തയ്യൽ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ഈ പോയിന്റ് വരിക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആ റോ എഡ്ജസൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് തയ്ച്ചു കൊടുത്ത് കൊണ്ടുവരാം കേട്ടോ. അത് കണ്ടോ, അത് വൃത്തിയായിട്ട് തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് കറക്റ്റ് തയ്യൽ തുമ്പ് വെച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ നമ്മുടെ കോളറിൻ്റെ ഈ ഭാഗം വരിക. അപ്പോൾ ഉള്ളിലൊക്കെ നമുക്ക് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ട് കോളർ കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ ഇനി നമുക്ക് താഴെ നമുക്ക് സ്ലീവും കൊടുക്കണം. അതുപോലെ ആ ഫ്രണ്ടിലെ ഓപ്പണും നമുക്ക് കറക്റ്റ് ആക്കണം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തുണി കുറവായിരുന്നു. അപ്പോൾ ഞാൻ അടിയിലൊരു ചെറിയൊരു ഇത് വെച്ചിട്ടാണ് ചെയ്യണം കേട്ടോ. ജോയിൻറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് വീതി കുറഞ്ഞ തുണിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സ്ലീവിന് ഇത് വന്നത്. ഇപ്പോൾ കണ്ടോ, 11 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ ഈ ഒരു സ്ലീവിന് എടുത്തിരിക്കുന്നത്. ഒരു ഇഞ്ച് നമ്മളൊരു എക്സ്ട്രാ ഒരു പട്ട ഇതിൻ്റെ പുറത്ത് വരും കേട്ടോ, അത് പറയാം. അപ്പോൾ 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 4 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ കണ്ടോ ഈ ഭാഗത്തു നിന്ന് അടയാളപ്പെടുത്തി നമ്മുടെ ഈ ഒരു ഭാഗം അടയാളപ്പെടുത്തിയിട്ടു 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം അവിടുത്തെ നമ്മുടെ കൈയിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കാം കേട്ടോ. ആ കൈയിൻ്റെ അണ്ടർ ആംസിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ടൈറ്റായിട്ടുള്ള വണ്ണമില്ലേ, ആ വണ്ണം എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് വരുന്നത് എൻ്റെ പകുതി വരുന്നത് 6.25 കേട്ടോ. അപ്പോൾ 6.25 അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം. 1.5 ഇഞ്ച് കൊടുത്താൽ മതി. ആ 1.5 ഇഞ്ച് കൊടുത്ത് നമ്മളിത് ഇതുപോലെ നമ്മുടെ ഈ സ്ലീവ് കട്ടിങ് ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സംശയം ഉണ്ടെങ്കിൽ സ്ലീവ് കട്ടിങ്ങിൻ്റെ മാത്രം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ കണ്ടാൽ സംശയം മാറും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മളിതുപോലെ അടയാളപ്പെടുത്തി. നമ്മളവിടെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ചെരിഞ്ഞ വരയുടെ നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കുമല്ലോ, നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ. കൊടുത്തു കണ്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് സ്ലീവ് ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുക. 11 ഇഞ്ചിൽ ഒരു സ്ലീവ് നമുക്ക് കിട്ടും. താഴെ നമ്മളൊരു 3 ഇഞ്ചിൽ, അതായത് 1 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് പറയാം. ഈ ബട്ടൺ ടാപ്പ് സ്ലീവ് ഒക്കെ ഇല്ലേ, ആ സ്ലീവിൻ്റെ പോലത്തെ ഒരു ഇത് വെക്കുന്നുണ്ട് കേട്ടോ. അതേണ്ട ഈ ഒരു ഭാഗത്ത് നമ്മുടെ 5.5 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കുർത്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അളവ് തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ഈ സ്ലീവിനും നമ്മൾ ആ 1.5 ഇഞ്ച് തന്നെ നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് തന്നെ നമ്മൾ കൊടുത്ത് അതൊന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ സാധാരണ സ്ലീവ് തന്നെ അത് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. നമുക്കൊരു ചെറിയൊരു കാര്യം കൂടി ബാക്കിയുണ്ട്. നമുക്ക് കുറച്ചും കൂടി തുണി ഇവിടെ വേണം. അപ്പോൾ ആ തുണി ഞാനവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു പീസ് വെക്കേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ തുണി എടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇതേ കണ്ടില്ലേ, സ്ലീവിൻ്റെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റ്. ഇനി നമുക്ക് കുഴിച്ച് വെട്ടണ്ട, നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ ആം ഹോള്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കണുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ബട്ടൺ ടാബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് 4 പീസ് തുണി എടുത്തു കേട്ടോ. അപ്പോൾ 4 പീസ് തുണി എടുത്തിട്ട് ഒരു 3 ഇഞ്ച് വീതി 4 ഇഞ്ച് നീളമുള്ള ഒരു തുണി, 4 പീസ് തുണികളാണ്. അപ്പോൾ അത് ഇതുപോലെ വരച്ചെടുത്തു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഉണ്ട് ഇതിൻ്റെയൊക്കെ കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ബട്ടൺ ഇതുപോലെ 2 എണ്ണമാക്കി ഒരുമിച്ച് വെച്ചിട്ട് 2 എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നു. ഇത് നമ്മളത് ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് കണ്ടില്ലേ, അതിനെ ഞാൻ പറഞ്ഞ 4 പീസ് തുണി വേണമെന്ന്. അപ്പോൾ അതുപോലെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമുക്കിത് എങ്ങനെ വെക്കാൻ നോക്കാം കേട്ടോ നമ്മുടെ സ്ലീവിൽ. അപ്പോൾ നമ്മുടെ സ്ലീവ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ 3 ഇഞ്ചിൻ്റെ പീസ് നമ്മളൊരു എക്സ്ട്രാ വെക്കണം. അത് മടക്കി വരുമ്പോൾ 1 ഇഞ്ച് ആയിക്കോളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മളിത് ഈ ഒരു പീസ് ഞാൻ വെക്കണത് നോക്കുക. 3 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെയൊക്കെ സെൻറ്റർ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഈ ഭാഗത്തെ സെൻറ്റർ നമ്മൾ എടുക്കുക. അവിടെ നമ്മുടെ ആ ഒരു ബട്ടൺ ടാബ് വെക്കുക കേട്ടോ. അതുപോലെ വെച്ചിട്ട് നമ്മളിത് കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സെൻറ്ററിൽ വെച്ചിട്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ നമ്മളിത് ഇതുപോലെ തയ്ച്ച് ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ ഇത് തയ്ച്ച് വരുമ്പോൾ ഇതുപോലെ വരും കണ്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല തയ്ച്ചെടുത്തു എന്ന്, 1/2 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചെടുത്തു. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. എന്നിട്ട് പുറത്തോട്ടാണ് വേണ്ട, നമ്മുടെ ഇതുപോലെ വന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട്
ഇതിൽ തയ്ച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഓരം ചേർന്ന് തയ്ച്ചെടുക്കുക. നമ്മുടെ ഈ ബട്ടൺ ടാബ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. നമ്മുടെ സ്ലീവ് തുന്നിച്ചേർക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്തോടെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അതുപോലെ എടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ അതൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് സ്ലീവുകൾ തിരിച്ച് നമ്മൾ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താ ചെയ്യേണ്ടത്? ഫ്രണ്ടിലൊന്നും നമുക്ക് ചെയ്യാനില്ല കേട്ടോ. ഇപ്പം നമ്മളിത് ഇതുപോലെ ഒപ്പം പിടിക്കുക. എന്നിട്ട് ഒരു അര ഇഞ്ച് മാത്രം ഉള്ളിലോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അര ഇഞ്ച്, അതായത് ഒരെണ്ണത്തിൻ്റെ മീതെ ഒരെണ്ണം വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു അര ഇഞ്ച് മാത്രം മതി നമുക്ക്. എന്നിട്ട് നമ്മൾ പുറത്തോടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. പലതരത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അര ഇഞ്ച് മാത്രം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, മുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 7 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 7 ഇഞ്ചിൽ നമ്മുടെ ആ ഒരു ജോയിൻറ്റ് കൊടുത്തു കണ്ടോ. അവിടെ 7 ഇഞ്ചിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനവിടെ ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്കവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ആ 7 ഇഞ്ചിൽ ഞാനവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ബട്ടൺ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഭാഗത്ത് നമ്മൾ താഴേക്ക് തയ്ച്ച് പോകട്ടോ. നമ്മുടെ ആ ഫ്രണ്ട് ഓപ്പൺ ഞാൻ ഓപ്പൺ ആക്കില്ലേ, താഴത്ത് മാത്രം ഓപ്പൺ ആക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കട്ടോ. ഞാനപ്പോൾ ഒരു 15 ഇഞ്ചിൻ്റെ അടുത്ത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഓപ്പൺ. ബാക്കി എല്ലാ ഭാഗം ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ തൊട്ട് ഈ അറ്റം വരെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. 7 ഇഞ്ച് തൊട്ട് ഈ ഒരു ഭാഗം വരെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തയ്ച്ചു കൊടുത്തു. അര ഇഞ്ചിൽ മാത്രം പുറത്തോടെയാണ് ഞാനൊന്ന് തയ്ച്ചു കൊടുത്തത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ തയ്ച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ചെയ്ത് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കണ്ടില്ല ഇതുപോലെ ഞാൻ ഒരു ഓപ്പൺ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ അടിഭാഗത്താണ് നമ്മൾ ഇനി ഇതിനൊരു കാര്യം കൂടി ചെയ്യേണ്ടത്. നമ്മൾ ഇതിനൊരു ചെറിയൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇതിന്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു സ്ലിറ്റ് ഇട്ടോ. അപ്പോൾ ലോങ് സ്ലിറ്റ് അല്ല, ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു സ്ലിറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 ഇഞ്ചിൽ ഞാനിവിടെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സാധാരണ ഇങ്ങനത്തെ മോഡലൊക്കെ ചെയ്യുമ്പോൾ ലോങ് ആയിട്ട് ചെയ്യും. ഞാനിവിടെ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് ലെങ്ത്തിൽ നമ്മളിവിടെ ഒരു ചെറിയൊരു സ്ലിറ്റ് നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്നു കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തായിട്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഒരു അത്യാവശ്യം വലിപ്പത്തിലൊരു സ്ലിറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഫ്രണ്ടിലും. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഒന്ന് ഈ ഭാഗം ഫിനിഷ് ചെയ്ത് അടിക്കുക. ഇതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കുക കേട്ടോ. ഇത്രയാണ്. അപ്പം നമ്മുടെ കോളർ ശരിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് കോളർ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇടുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എക്സൽ സൈസ് ആയതുകൊണ്ട് ആ ഒരു കോളറിൻ്റെ അളവുകളൊക്കെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഇത് മാറ്റിയെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ബട്ടൺ ടാബ് സ്ലീവ് വെച്ചു എന്ന്. അപ്പോൾ ഇതുപോലെ ബട്ടൺ ടാബ് സ്ലീവൊക്കെ ആക്കി വെച്ച് അതിൻ്റെ അടിഭാഗം കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ ഇതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ. ഇപ്പോൾ ഇതിവിടെ ഓപ്പൺ ആക്കണ്ടെങ്കിൽ ഓപ്പൺ ആക്കണ്ട, നിങ്ങൾക്ക് ക്ലോസ് ആക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാണ്ട് നിങ്ങൾക്ക് കോഡ് കോളർ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതേ സ്ലിറ്റ് ഞാൻ സാധാരണ നമ്മുടെ കുർത്തിക്ക് എങ്ങനെയാണോ സ്ലിറ്റ് കൊടുക്കണം അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ബട്ടൺ വെക്കാനുണ്ട്. അപ്പോൾ എനിക്ക് നേരം കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ബട്ടൺ വാങ്ങിയിട്ട് അവിടെ വെക്കണം കേട്ടോ. പിന്നെ അതിന് ബദായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പാൻറ്റിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കിട്ടിയ ഒരു കോഡ് സെറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ കോഡ് സെറ്റ് ആക്കാൻ പോലെ ഇടാവുന്ന തരത്തിൽ ഇതുപോലെ പാൻറ്റ് ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ ഈ പാൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ആ സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഒരു ഇതും ഇല്ലാണ്ട് ബാക്കിൽ മാത്രം ഇലാസ്റ്റിക് വെച്ച് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താണ് കേട്ടോ. കറക്റ്റ് ഫിറ്റിംഗ് ആണ്, അതിൻ്റെ കറക്റ്റ് കണക്കാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഫ്രണ്ടിൽ പ്ലീറ്റൊക്കെ വെച്ചിട്ട് ഞാൻ പാൻറ്റ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ